Artowzന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതുപോലെ അറബി ടൈപ്പ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫോട്ടോഷോപ്പിൽ അറബിക് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അറബിക് കീബോർഡ് ഇനേബിൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൗസ് ഈ ഒരു മൂലയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ലാംഗ്വേജ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. ലാംഗ്വേജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ലാംഗ്വേജ് ആൻഡ് കീബോർഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ ലാംഗ്വേജ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് 11 ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് 10 വിൻഡോസ് 8 ഒക്കെ ആണെങ്കിലും ഈ ഓപ്ഷൻസ് നിങ്ങൾക്കും അവൈലബിൾ ആണ്. പക്ഷേ ചിലപ്പോൾ ലേഔട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായാലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ആഡ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ലാംഗ്വേജ് നമുക്ക് കാണാവുന്നതാണ്. അതിൽ അറബിക് സൗദി അറേബ്യ എന്നൊരു ലാംഗ്വേജ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അറബിക് സൗദി അറേബ്യ എന്നൊരു ലാംഗ്വേജ് നമുക്ക് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ ഒരു ഇൻസ്റ്റാളിംഗ് പ്രോസസ്സ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അറബിക് കീബോർഡ് ഇൻസ്റ്റാൾഡ് ആയിരിക്കുകയാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴെ പോയി കഴിഞ്ഞാൽ ENG അല്ലെങ്കിൽ EN എന്നുള്ള ഏതെങ്കിലും ഒരു ബട്ടൺ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറബിക് സൗദി അറേബ്യ അതുപോലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ അറബിക് സൗദി അറേബ്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ഫോട്ടോഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് പ്രിഫറൻസ് എന്നതിൽ ടൈപ്പ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ബോക്സ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ പഴയ വെർഷൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ മിഡിൽ ലിസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അത് ഉണ്ടാവുക. അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കാണുന്നുണ്ടെങ്കിൽ മിഡിൽ ലിസ്റ്റ് ഫീച്ചർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഫോട്ടോഷോപ്പിൽ അതില്ലാത്തത് കൊണ്ട് ഓക്കെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ മുകളിലായിട്ട് ടൈപ്പ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് ഓപ്ഷൻ എന്നൊരു ബട്ടൺ കാണാവുന്നതാണ്. അതിൽ പോയി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നൊരു ബട്ടൺ കാണാവുന്നതാണ്. അതിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ നമ്മുടെ പേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ക്യാരക്ടർ പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. അതിൽ പാരഗ്രാഫ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. പാരഗ്രാഫ് എന്ന ബോക്സിൽ പോയി കഴിഞ്ഞാൽ താഴെ ഇതേപോലുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് കൂടിയിട്ടുണ്ടാവും. അത് അഡീഷണലായിട്ട് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസിനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ താഴെ മിഡിൽ ഈസ്റ്റേൺ ഫീച്ചർ എന്നൊരു ബട്ടൺ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ നിന്ന് രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു റൈറ്റ് ടു ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ അറബി ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബിസ്മില്ല എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറബി ലഭിച്ചിരിക്കുകയാണ്. ഞാനിതിൻ്റെ ഫോണ്ടിലൊന്ന് മാറ്റി നോക്കുകയാണ്. ഇവിടെ താജ്വാൾ എന്ന് പറയുന്ന ഒരു അറബിക് ഫോണ്ട് സെലക്ട് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ നമ്മൾ താഴെ അറബിക് കീബോർഡാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ അറബി വരുന്നത്. അതുകൊണ്ട് താഴെയുള്ള കീബോർഡ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. കീബോർഡിൽ ഷിഫ്റ്റും ഓൾട്ടും ഒരുമിച്ച് പ്രസ് ചെയ്ത് കൊടുത്താലും നമുക്ക് താഴെയുള്ള കീബോർഡ് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ കീബോർഡ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശേഷം ഇവിടെ താജ്വാൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു അറബിക് ഫോണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് അറബിക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പലരും ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ പല വെർഷൻസ് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായേക്കാം. അങ്ങനെ വല്ല ഡൗട്ടുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. റീപ്ലൈ തരുന്നതായിരിക്കും. എന്തിനാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.